അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയായും സിമ്പിളായും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഹൈദരാബാദി കാജു റൈസാണ്. ഈ റൈസിൻ്റെ ഘടന ഏകദേശം ഗീ റൈസിന് തുല്യമായിരിക്കും, പക്ഷേങ്കിൽ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസുമതി റൈസാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഈ റൈസിലേക്ക് ആവശ്യമായ കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനത്ര പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. കാജു റൈസ് അല്ലേ, അപ്പോൾ എത്ര കൂടുന്നോ അത്രയും നല്ലതാണ്. ഞാൻ ഇട്ട് കൊടുത്തതിലും പിന്നെയും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നല്ലപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഒന്ന് കോരി മാറ്റുക. ഇനി റൈസ് വേവിക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. വെള്ളത്തിലേക്കായിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കാം. ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 5 ഗ്രാമ്പു, ഒരു തക്കോലം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ നെയ്യ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് സോക്ക് ചെയ്ത് ഊറ്റി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വേവുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 90% വേവായാൽ നമുക്കിത് ഊറ്റി മാറ്റാം. ഈ റൈസിൽ നിന്നും ഈ ബേ ലീഫ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക കേട്ടോ. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്കായിട്ട് 4 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി കാഷ്യൂ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്നും അല്പം എടുത്ത് മാറ്റുക. 2-3 ടേബിൾ സ്പൂൺ ഈ പാനിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് മാറ്റിയതിന് ശേഷം ഇതിലേക്കായിട്ട് ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ടല്ലോ, പേസ്റ്റ് ആവരുത് കേട്ടോ, ചതച്ചെടുത്താൽ മതി. അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ റോസ്റ്റ് ആയി ഇതിന്റെ കളറ് മാറി വന്നാൽ ഇതിലേക്കായിട്ട് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിക്കുക. ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി റൈസ് ഒന്ന് ദം ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെമ്പിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് റൈസ് വേവിച്ചതുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ പച്ചമുളക്, ഇഞ്ചി ചതച്ചതിൽ പാലൊഴിച്ച് വറ്റിച്ച് മാറ്റി വെച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഉനിയന് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വറുത്ത് മാറ്റി വെച്ച കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെമ്പിലേക്ക് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പാച്ചിൽ കൊണ്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ഈ റൈസിനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാം. ഇതിനു വേണ്ടി സ്റ്റൗവിലെ ചെറിയ ബർണറിലേക്ക് വളരെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പഴയ ഒരു പാന് വെച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചോറ് ദം ചെയ്ത പാത്രം ഉണ്ടല്ലോ, അത് വെച്ചു കൊടുക്കുക. ശേഷം 15 മിനിറ്റ് നമ്മൾ ഇത് ദം ചെയ്യുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 10 മിനിറ്റും കൂടെ കഴിഞ്ഞാണ് നമ്മൾ ചെമ്പ് തുറക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സമയത്തിന് ശേഷം നമുക്ക് മൂടി തുറന്ന് റൈസ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വിളമ്പിയെടുക്കാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു റൈസാണ് കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി കാജു റൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.